ഇതുപോലൊരു മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളെയും തുടച്ചു മാറ്റി സ്കിൻ നിറം വെപ്പിക്കും. എന്താണെന്ന് പറയാം, വീഡിയോയിലേക്ക് പോകാം. ചർമ്മത്തിനകത്തുണ്ടാകുന്ന പാടുകൾ, അതായത് കറുത്ത പാടുകൾ, മുഖക്കുരു, നിറക്കുറവൊക്കെ മാറ്റി ചർമ്മത്തിന് നല്ല തിളക്കം വെപ്പിക്കാൻ നിങ്ങൾക്ക് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ ചർമ്മത്തിനുണ്ടാവുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്താണ് സംഭവം എന്ന് പറയാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ആ ഒരു ലൈക്കൊക്കെ എനിക്ക് തരാനും മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയാതെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നമ്മൾ പലരും സ്കിന്നിന് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. ചർമ്മത്തിനകത്തുണ്ടാകുന്ന പാടുകൾ, ചർമ്മത്തിൻ്റെ നിറക്കുറവൊക്കെ നമ്മളെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അത് ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റി ചർമ്മം തൂവെള്ള പോലുള്ള കളർ നേടാൻ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതാണ്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചർമ്മത്തിലൊന്ന് തേച്ച് നോക്കുക. ഇതിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും തുടച്ചു മാറ്റി ചർമ്മം നല്ല തൂവെള്ള പോലുള്ള കളർ നിങ്ങൾക്ക് നേടിയെടുക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പിന്നീട് നിർത്തരുത്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ചർമ്മത്തിന് നല്ല ചേഞ്ചസ് കാണും. അത് നിങ്ങൾ കുറച്ച് ദിവസവും കൂടി മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ ചർമ്മത്തിന് നല്ലതാണ്. നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്ന പോലെ ഈ ഒരു പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കിയല്ലോ. ആദ്യമേ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുൾട്ടാനി മിട്ടി പൗഡറാണ്. മുൾട്ടാനി മിട്ടി പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ അനാവശ്യമായിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കാനും സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാനും നമ്മുടെ മുൾട്ടാനി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കും. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കുക. അലവേറ ജെല്ല് നമ്മുടെ ഫേസ് സ്കിന്നിന് നാച്ചുറലായിട്ട് തന്നെ നിറം വെപ്പിക്കാനും സ്കിന്നിന് നല്ല രീതിയിൽ ഗ്ലോ നൽകാനും അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈരും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. ഈ ഒരു പാക്ക് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിൽ ചേഞ്ചസ് നേടാൻ സാധിക്കും. ഇനി അങ്ങനെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിലായിട്ട് മാറും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് അൺഇവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിലും ടാൻ ഉണ്ടെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും അതൊക്കെ തുടച്ചു മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. സ്കിന്നിന് നാച്ചുറലായിട്ട് തന്നെ ഗ്ലോ നൽകാൻ നമ്മുടെ വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമ്മുടെ പാക്ക് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇവിടെ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസ് സ്കിന്നിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇടുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഫേസ് നല്ലപോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം പാക്ക് ഇട്ട് കൊടുക്കാൻ. അധികം അങ്ങ് കട്ടിയായിട്ട് ഇടാൻ പാടില്ല. ഒരു നോർമൽ രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇട്ട് 1 മിനിറ്റ് മസാജ് ചെയ്യുക. ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റോളം വെക്കേണ്ടതാണ്. 3 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുടച്ചപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നേടാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും സാധിക്കും. എല്ലാവരും എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. കണ്ടല്ലോ, ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ചർമ്മത്തിന് എന്തുമാത്രം മാറ്റം കിട്ടിയെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇത് മുന്നോട്ട് ചെയ്യുന്നതും നിങ്ങളുടെ ചർമ്മത്തിന് നല്ലതാണ്. എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്ക്. ഇപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒന്നിരാടമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കണേ. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാരെ, നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.